ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. ഈദ് സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീമാണ്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും. ഇപ്പം മാങ്ങയുടെ സീസണാണ്. അപ്പോൾ പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലും ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 മാംഗോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലവണ്ണം പഴുത്ത മാംഗോ ആണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ കട്ട് ചെയ്ത മാംഗോ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാംഗോ മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. മാംഗോ മാത്രം എടുത്തിട്ട് അടിച്ചെടുക്കുക. ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസ്ക്രീമിനുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ നേരം ഒന്ന് തണുപ്പിച്ചെടുക്കുക. ശേഷം ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ആദ്യം ലോ സ്പീഡിലും പിന്നീട് സ്പീഡ് കൂട്ടിക്കൊടുത്തും നന്നായിട്ടൊന്ന് സ്റ്റിഫായി വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ക്രീമിൽ ഓൾറെഡി മധുരമുള്ള ക്രീമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്രീമിന് മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഷുഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്രിസ്റ്റലായിട്ടുള്ള ഷുഗർ തന്നെ ചേർത്താൽ മതി, പൊടിക്കണമെന്നില്ല. പൊടിച്ചിട്ടായാലും ചേർത്താൽ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ്. ഒരു മിൽക്ക് മെയ്ഡിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, അതായത് 200 ഗ്രാം മിൽക്ക് മെയ്ഡ്. അതുകൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതുകൂടി ചേർത്ത് കഴിയുമ്പോൾ ഐസ്ക്രീമിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോ ഇതിലേക്കിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാംഗോ ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ ബൗളിൽ സ്പേസ് ഇല്ലാത്തത് കാരണം എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന മാംഗോക്ക് അത്യാവശ്യം യെല്ലോ കളറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് മാംഗോ എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മൊബൈലിൻ്റെ ഫ്ലാഷ് ഓഫ് ആയതുകൊണ്ടാണ് ഇതിൽ കളറ് കാണിക്കാത്തത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാം. മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം.
അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഐസ് ക്രിസ്റ്റൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ അടപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഫ്ലേവറുമാണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലോട്ട് മാറ്റാണ്. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഐസ്ക്രീം സ്കൂപ്പറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കോരി നോക്കാം. ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് സ്കൂപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടും നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പെരുന്നാൾ ആശംസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.